സന്ദർഭമാണ്. ഞാൻ രാഹുലിൻ്റെ വീട്ടിൽ പോയതാ. 10 പ്രാവശ്യം പോയി. ഓട്ടോന് 60 റുപ്യ കൊടുത്ത് 10 പ്രാവശ്യം 600 റുപ്യായി. 10ാമത്തെ പ്രാവശ്യം പോയിട്ട് ദാഹം വെപ്പം എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നടന്നിട്ടാണ് വരുന്നത്. വർഷക്കട വന്ന് എൻ്റെ റൂം കൂട്ടി 2500 റുപ്യ വാടക കൊടുക്കാതിലേക്ക് കൂട്ടി. എൻ്റെ അടുത്ത് പുറത്ത് വരില്ല, സഹായിക്കണമെന്ന്. നിങ്ങൾ വലിയ വാഗ്ദാനം ചെയ്തതല്ലേ. അത് പറഞ്ഞു ഞാൻ 14 ലക്ഷം വാടക കൊടുക്കാൻ നിങ്ങൾക്ക് തരാനില്ല, ഞാൻ പൈസ ഉണ്ടാക്കുന്നോ ഞാൻ പോയിട്ട് ഞാൻ നടന്ന് ഞാൻ കടയിലെത്തി. ആ കടലിൻ്റെ സംരക്ഷണം ഞാൻ പോയിട്ട് കടലിൽ പോയി. അങ്ങ് അറ്റത്ത് പോയി, കല്ലുവെട്ടിയ സ്ഥലത്ത് അറ്റത്ത് പോയിട്ട് ഞങ്ങൾ തുടങ്ങി. തിരമാല ആഞ്ഞടിച്ച് വരുമ്പോൾ ഞാൻ വിചാരിച്ചു അവൻ പോയിന്ന്. അപ്പോൾ ഞാൻ ആയുധം വെച്ച് ഒരു വെള്ളം എടുത്തു. ഞാൻ എഴുതി എൻ്റെ കവിത കടൽ. എൻ്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി 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 അറബിക്കടലിൽ വീണു. വേഗമ്പാടം വെള്ളപ്പൊക്കം കയറി. തിരമാലകൾ ആകാശത്തോളം വാർത്തടിക്കുന്നു. ഏതോ യുദ്ധക്കപ്പലുകൾ ഇങ്ങോട്ട് കുതിക്കുന്നുണ്ടോ എന്ന് എൻ്റെ കാതിൽ മന്ത്രിക്കുമോ കടലമ്മേ കടലമ്മേ കടലമ്മേ. അലയടിത്തലയടിത്തളറുന്ന കടലേ കൽപ്പവൃക്ഷത്തിൻ്റെ വേരടക്കം പൊരിച്ചെങ്ങ് കൊണ്ടുപോയി. നിലക്കടലിലോ ചെങ്കടലിലോ കരിങ്കടലിലോ ചക്രവാളത്തിൻ്റെ ദൂരത്ത് കാണുന്ന ചെറുമല തോണിയോ മഞ്ഞുവോ കപ്പലോ പോരാ.